മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത 67-ാം എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ജനഹായ്ക്ക് ശേഷമുള്ള 4-ാം ഞായറാഴ്ചയാണ് നാം ആചരിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗമായി സഭ നമുക്ക് തരുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിൻ്റെ പരസ്യ ജീവിത പ്രവർത്തനങ്ങളുടെ ആരംഭ അനുഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യം. വിശുദ്ധ മർക്കോസിന്റെ ഈ വിവരണത്തിന് സമാന്തര സുവിശേഷകന്മാരായ മത്തായിയും ലൂക്കായും വിവരണങ്ങൾ നൽകുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 53 മുതൽ 58 വരെയുള്ള വചനഭാഗവും, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വചനഭാഗവും ഇതിൻ്റെ സമാന്തര ഭാഗങ്ങളാണ്, ചിന്തകളാണ്. യേശുവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളോട് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ സുവിശേഷത്തിന് തുറവിയോടെ സ്വീകരണം കൊടുത്തവരല്ല, ശ്രോതാക്കളല്ല എന്ന് സമാന്തര സുവിശേഷകന്മാരും 4-ാം സുവിശേഷകനായ വിശുദ്ധ യോഹന്നാനും പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് പ്രാരംഭ ഭാഗത്ത് തന്നെ നാം കാണുന്നുണ്ട്, അവൻ സ്വന്തമായ തൻ്റെ ജനതയുടെ അടുത്തേക്ക് കടന്നു വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ സ്വീകരിച്ചവർക്ക്, തന്നിൽ വിശ്വസിച്ചവർക്ക് ദൈവപുത്രരാകുവാനുള്ള വരം അവിടുന്ന് കൊടുത്തു എന്ന്. അപ്പോൾ സ്വീകരിക്കുക, തിരസ്കരിക്കുക, ഈ ഒരു അനുഭവം യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ അനുഭവങ്ങളാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം, മരുഭൂമിയിലെ പരീക്ഷ, ശിഷ്യരുടെ തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞ് പരസ്യമായ പ്രവർത്തനം യേശു ആരംഭിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് രോഗികൾക്ക് സൗഖ്യം, പിശാചബാധിതർക്ക് വിടുതൽ, സിനഗോഗുകളിലെ പ്രസംഗം, ഉപമകളുടെ അവതരണം, വിശദീകരണം, കടലിനെ ശാന്തമാക്കൽ എന്നീ സംഭവങ്ങൾ ആദ്യകാല യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് യേശു സ്വന്തം നാട്ടിൽ നസറത്തിൽ എത്തിച്ചേരുകയാണ്. ഒരു സാബത്ത് ദിവസം അവിടെ നിന്ന് സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുവാൻ തുടങ്ങി എന്ന് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആമുഖമായി നാം കാണും. യേശു അവിടെ നിന്നും പോയി സ്വന്തം നാട്ടിലെത്തി, ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു എന്നാണ് നമ്മളിവിടെ കാണുക. നമുക്ക് ഈ വേദഭാഗം ഒന്ന് കേൾക്കാം. യേശു അവിടെ നിന്നും പോയി സ്വന്തം നാട്ടിലെത്തി, ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു, സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. അവന്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു പറയുന്നു. ഈ വേദഭാഗം ഹ്രസ്വമാണ്. ഇതിന്റെ സമാന്തരമായി മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 53 മുതൽ
58 വരെ ഉള്ള വചനഭാഗവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന വേദഭാഗമാണ് ഇത്. എന്നാൽ അല്പം വ്യത്യസ്തമായി സുദീർഘമായി ഈ സംഭവം അവതരിപ്പിക്കുന്ന ലൂക്ക സുവിശേഷകനെ നാം കാണുന്നുണ്ട്. തന്റെ 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വചനഭാഗം പലപ്പോഴും അതിൻ്റെ ആദ്യ ഭാഗമാണ്. യേശുവിന്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. പ്രഥമ ദിവ്യബലിക്കും മറ്റും സ്വന്തം ഇടവകയിൽ ചെന്ന് കഴിയുമ്പോൾ നവവൈദികർ എടുത്ത് വായിക്കുന്നത് യേശു തൻ്റെ സിനഗോഗിൽ വായിക്കുന്ന വേദഭാഗം യെശയ്യായുടെ പുസ്തകം. അതിൽ ദൈവത്തിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട് എന്ന് തുടങ്ങുന്ന വേദഭാഗം. അതിൻ്റെ അവസാനമാണ് യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ കാണുന്നു. ഇവിടെ നാം പ്രത്യേകമായിട്ടും യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിനോട് ക്രിയാത്മകമായി അനുകൂലമായി പ്രതികരിക്കുന്ന ഏതാനും വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. യേശു സ്വന്തം നാട്ടിലെത്തി പ്രസംഗിക്കുവാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാര് യേശുവിനോടൊപ്പമുണ്ട്. ഒരു സാബത്തിന്റെ പശ്ചാത്തലമാണ് മർക്കോസ് അവതരിപ്പിക്കുന്നത്. മറ്റു സുവിശേഷങ്ങൾ വ്യത്യസ്തമായി അവൻ സാബത്തിൽ അവിടെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്ക് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്, അത്ഭുതപ്പെടുകയാണ്. അവന്റെ ജ്ഞാനത്തിൽ, അവന്റെ അറിവിൽ, ബുദ്ധിശക്തിയിൽ ആശ്ചര്യപ്പെട്ട് അവനെ പുകഴ്ത്തുന്ന ഭാഗമാണ് പ്രാരംഭമായിട്ടുള്ളത്. മറ്റൊരു കൂട്ട് അവന്റെ തൊഴിലും അവന്റെ പശ്ചാത്തലവും ബന്ധവും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അവനെ പുച്ഛിക്കുന്നു, അവനിൽ ഇടറുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മർക്കോസ് വിശേഷകൻ യേശുവിൻ്റെ പ്രവർത്തനത്തോടുള്ള പോസിറ്റീവ്, നെഗറ്റീവ് അല്ലെങ്കിൽ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ അവതരിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കണ്ടിട്ടുണ്ട്, നാം വായിക്കുന്നു 2-ാം അധ്യായം 47-ാം തിരുവചനത്തിൽ, ബാലനായ യേശു ജെറുസലേം ദേവാലയത്തിൽ തന്റെ മാതാപിതാക്കളെ വിട്ട് വാദ്യായന്മാരുടെ കൂടെ ഇരുന്ന് തർക്കിക്കുന്ന സംഭവം. തന്റെ മാതാപിതാക്കൾ അവനെ കാണായികയാൽ തിരിച്ചു ചെന്നപ്പോൾ അവൻ തർക്കിക്കുന്നത് കണ്ട് അവന്റെ ബുദ്ധിയിൽ അത്ഭുതപ്പെട്ടിരുന്ന ശ്രോതാക്കളുടെ ഒരു ഗണത്തെ അവർ കാണുന്നുണ്ട്. അതിനുശേഷം തന്റെ മാതാപിതാക്കളോടൊപ്പം തിരിച്ചു പോകുന്ന യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് ലൂക്കാ സുവിശേഷകൻ 2-ാം അധ്യായം 52-ാം തിരുവചനത്തിൽ വാക്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മെ ഉത്ബോധിപ്പിക്കും. ദൈവികമായ ജ്ഞാനത്തിൽ വളർന്നു വന്ന യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈ വലിയ കാര്യങ്ങൾ ഇത് ഇപ്രകാരം ജ്ഞാനപൂർണമായിട്ട് പഠിപ്പിക്കുന്നത് കണ്ട് അവർ യേശുവെ പുകഴ്ത്തുകയാണ്. എന്നാൽ യേശുവിൻ്റെ ബന്ധങ്ങൾ പരാമർശിച്ചുകൊണ്ട് അതിന് പ്രതികൂലമായ പ്രതികരണങ്ങൾ ഇവിടെ കാണുന്നു. അവർ ഇപ്രകാരം പറയുകയാണ്, എത്ര വലിയ കാര്യങ്ങൾ അവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്, ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസേ, യൂദയ, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി എന്നാണ് പറയുക. ഇവിടെ യേശുവിൻ്റെ തൊഴില് മരപ്പണിയായിരുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ അവൻ ആ തച്ചന്റെ മകനല്ലേ എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. യേശുവിൻ്റെ പിതാവുമായിട്ട് ജോസഫുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് യേശുവിനെ ഈ തരുണത്തിൽ പരാമർശിക്കുക. ഇവിടെ യേശുവിൻ്റെ തൊഴിലുമായി ബന്ധപ്പെടുത്തി. മരപ്പണി എന്ന് പറയുമ്പോൾ മരപ്പണിക്കാരൻ എന്ന വാക്ക് തെക്തോൻ എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. കേവലം ഒരു ആശാരിപ്പണി, ഒരു മരപ്പണി എന്നതിലുപരിയായിട്ട് ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്കിന് അല്പം കൂടി വലിയ അർത്ഥമുണ്ട്. അത് കപ്പൽ പണിക്കാരൻ, ശില്പി, കരകൗശല വിദഗ്ധൻ തുടങ്ങിയ അനേകം അർത്ഥങ്ങൾ ഈ തെക്തോൻ എന്ന ഗ്രീക്ക് വാക്കിനുണ്ട്. ഇവിടെ യേശുവിനെ താഴ്ത്തിക്കെട്ടി പറഞ്ഞ ഒരു വാക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് സുവിശേഷകൻ അത് അവനിൽ ഇടറി എന്ന് സ്കാന്തലിക്സാത്തോ
എന്ന ഗ്രീക്ക് വാക്ക് പറഞ്ഞുകൊണ്ട് അവനിൽ അപ്രകാരം അവരിടറി എന്നാണ് സൂചിപ്പിക്കുക. മാത്രമല്ല, മറ്റു സുവിശേഷങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ, സമാന്തര സുവിശേഷങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ യേശുവിൽ അവര് ഇടറുകയാണ്, യേശുവിനെ കരം താഴ്ത്തി അവര് സംസാരിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ ഈ വേദഭാഗത്ത് മർക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ മറിയത്തിന്റെ മകൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുവഴി യേശുവിന്റെ ദൈവിക ജനനത്തെ, അവന്റെ കന്യാജനനത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു വാക്കാണത്. അവന് മറ്റു സഹോദരന്മാരുണ്ട് എന്ന് ഈ വേദഭാഗം പലപ്പോഴും ഉദ്ധരിച്ചുകൊണ്ടാണ് മറിയം കന്യകയായിരുന്നില്ല, മറിയത്തിന് മറ്റ് മക്കളുണ്ടായിരുന്നു, യാക്കോബ്, യോസെ, യൂദാ, ശിമിയോൻ എന്നിവരെല്ലാം അവന്റെ സഹോദരനല്ലേ, അവന് സഹോദരിമാർ നമ്മുടെ കൂടെയില്ലേ എന്നൊക്കെയുള്ള പരാമർശങ്ങളുടെ പേരിൽ യേശുവിൻ്റെ ദൈവികമായ ജനനത്തെയും യേശു ഏകജാതനാണ്, ദൈവത്തിൻ്റെ ഏകജാതൻ എന്നുള്ള ആ ചിന്തയെയും ഒക്കെ അവർ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ഈ വാക്കുകൾക്ക് സഹോദരൻ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം പലപ്പോഴും അദൽഫോയ് അല്ലെങ്കിൽ അദൽഫായ്, സഹോദരൻ അദൽഫോസ്, സഹോദരി അദൽഫായ് ഉള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ വാക്കിന് പ്രത്യേകമായ സഹോദരൻ സഹോദരി എന്നുള്ള അർത്ഥത്തിന് സ്വന്തം അമ്മയ്ക്ക് ഉണ്ടായ മകൻ എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. വേദപുസ്തക പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളില് സഹോദരർ എന്നുള്ള ഒരു പദം അല്പം കൂടി വ്യാപകമായ അർത്ഥം കൊടുക്കുന്ന ഒന്നാണ്. അത് ചർച്ചക്കാര്, കസിൻസ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന 4 വ്യക്തികള് അവന്റെ സഹോദരരല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ മറിയത്തിനും ജോസഫിനും ഉണ്ടായതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒരു ചിന്ത 4-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിരുന്നു. മറിയം യേശുവിന് ജന്മം നൽകിയതിനു ശേഷം അവർക്ക് വീണ്ടും മക്കളുണ്ടായി എന്ന് പറയുന്ന ചില ചർച്ചകളുണ്ട്. അതുപോലെ തന്നെ മറിയത്തെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് യോസഫിന് മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്ന ചിന്തകൾ 4-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ചില കൂട്ടായ്മകളിലൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ വേദഭാഗം എടുത്ത് നാം പരിശോധിക്കുമ്പോൾ ഇവൻ മറിയത്തിന്റെ മകനല്ലേ എന്നുള്ള ചോദ്യം കൊണ്ടും യാക്കോബ്, യോസെ, യൂദാ, ശിമിയോൻ എന്നിവരുടെ സഹോദരനായ മരപ്പണിക്കാരനല്ലേ എന്ന് ചോദിക്കുന്നത് കൊണ്ടും ഇപ്രകാരം നിർബന്ധമായിട്ടും ഈ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ യേശുവിന്റെ നേരിട്ടുള്ള സഹോദരരാണ് ഇവരെ എന്നുള്ള ചിന്തയിലേക്ക് നാം മാറി ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല, സഹോദരിമാര് എന്നുള്ള ആ വാക്ക് ഇതുപോലെ തന്നെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അവൻ മരപ്പണിക്കാരനല്ലേ എന്നുള്ള വാക്കിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. സമാന്തര സുവിശേഷങ്ങളിലെ സുവിശേഷകനായ മത്തായിയുടെ അവതരണത്തിൽ യേശുവിന്റെ മറിയവുമായുള്ള ബന്ധവും സഹോദരന്റെ പരാമർശവും ഉണ്ടെങ്കിലും വിശുദ്ധ ലൂക്ക വ്യത്യസ്തമായ അവതരണമാണ് നടത്തുക. അവിടെ ഈ സമാന്തര സുവിശേഷത്തിൽ മറിയത്തെ പരാമർശിക്കുന്നില്ല, സഹോദരങ്ങളെ പരാമർശിക്കുന്നില്ല. പകരം തച്ചനായ ജോസഫുമായിട്ടുള്ള ബന്ധം മാത്രമാണ് ലൂക്ക പരാമർശിക്കുക. ലൂക്ക 4-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ജോസഫിന്റെ മകനായ തച്ചനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുച്ഛിക്കുക. ഈ 3 സുവിശേഷങ്ങളിലും പ്രത്യേകിച്ച് യേശുവിനോടുള്ള അവഗണന, യേശുവിനെ പ്രായോഗികമായിട്ട് യേശുവിന്റെ തിരുവചനം തന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിലും തന്നെ അവഗണിക്കുന്ന ഒരു മനോഭാവം ഈ 3 വേദഭാഗങ്ങളിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ചിന്തയിൽ ഈ 2-ാം ഭാഗത്തേക്ക് നാം കടന്നു ചിന്തിക്കുമ്പോൾ യേശു അവർക്ക് കൊടുക്കുന്നൊരു മറുപടിയാണത് ശ്രദ്ധേയം. സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നത് യേശു സ്വന്തം നാട്ടിൽ വന്ന് സിനഗോഗിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആണ് ഇപ്രകാരമുള്ള ഒരു സംഭാഷണം ഉണ്ടാവുക. അതുകൊണ്ട് യേശു പറയുകയാണ്, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ ഒരു പ്രവാചകൻ അവഗണിക്കപ്പെടുന്നില്ല, അവമതിക്കപ്പെടുന്നില്ല. അപ്പോൾ സ്വന്തം നാടെന്നും സ്വന്തം ഭവനമെന്നും
ബന്ധുജനങ്ങളുടെ ഇടയിലും എന്ന് പറയുമ്പോൾ യേശുവിന് കിട്ടുന്ന പ്രതികരണം, അതിന് പ്രതികൂലമായ പ്രതികരണത്തോട് യേശു പ്രതികരിക്കുന്നതാണ്. യേശുവിന് വിവിധ ശീർഷകങ്ങൾ, അഭിധാനങ്ങളുണ്ട്. അതിൽ അവിടുന്ന് പ്രവാചകനാണ് എന്ന് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് പറയുന്നുണ്ട്. യേശുവിൻ്റെ വിവിധ ശീർഷകങ്ങളിൽ ഒന്നാണ് അവൻ പ്രവാചകൻ ആണ് എന്നുള്ളത്. യേശു തന്നെ ഇവിടെ ഒരു രീതിയിൽ അംഗീകരിച്ച് ഏറ്റുപറയുകയാണ്, പരോക്ഷമായിട്ട് യേശു അംഗീകരിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 11 തിരുവചനത്തിലും മർക്കോസ് 6:15, 8:28, അതുപോലെ തന്നെ ലൂക്ക 7 അധ്യായം 16 തിരുവചനം, 39 തിരുവചനം, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 14 തിരുവചനം, 7 അധ്യായം 40 തിരുവചനം, ഇവിടെയെല്ലാം യേശുവിൻ്റെ പ്രവാചകത്വം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവാചകൻ സ്വന്തം ദേശത്തും ബന്ധുജനങ്ങളിടയിലും സ്വഭവനത്തിലും അല്ലാതെ മറ്റൊരിടത്തും അവമതിക്കപ്പെടുന്നില്ല എന്ന്. അവരുടെ എതിർ മനോഭാവത്തെ യേശു അപലപിക്കുകയാണ്. യേശുവിൻ്റെ ഈ മറുപടി അവരെ അപലപിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് യേശു വിസ്മയിച്ചു എന്നുകൂടി ഇവർ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ യേശുവിന് സാധിച്ചില്ല. അനേകം അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു വന്ന യേശുവിൻ്റെ പരസ്യ ജീവിതം സ്വന്തം നാട്ടിൽ വന്നപ്പോൾ അത് കുറഞ്ഞുപോയി. കാരണം വിശ്വാസ സമൂഹമല്ല അവിടെയുള്ളത് എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ഓരോ ദൈവത്തിന് പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ വിശ്വാസമുള്ള ഒരു സമൂഹം അത് ഏറ്റെടുക്കണം. വിശ്വാസികളുടെ മാത്രമേ ദൈവത്തിന് പോലും, ദൈവപുത്രനായ മിശിഹായ്ക്ക് പോലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഈ നസ്രത്തിലെ യേശുവിൻ്റെ നാട്ടിലെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് പറയുന്നിടത്ത് സുവിശേഷകന്മാർ പറയുകയാണ്, ഈ 3 സുവിശേഷകന്മാരും പറയുകയാണ്, അവരുടെ വിശ്വാസരാഹിത്യം ആണ് അതിൻ്റെ കാരണം. അങ്ങനെ ഏതാനും അത്ഭുതങ്ങൾ മാത്രം പ്രവർത്തിക്കാൻ ആണ് യേശുവിന് സാധിച്ചുള്ളൂ എന്ന്. യേശുവിന്റെ പ്രവർത്തനത്തിൽ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം 4 അധ്യായം 44 തിരുവചനത്തിലും ഇപ്രകാരം പറയുന്നു, പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശുവിന്റെ വചനമായിട്ട് 4 സുവിശേഷകൻ പറയുകയാണ്. 4 സുവിശേഷകൻ സമാന്തര സുവിശേഷകന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു ചിന്ത കൈമാറുകയാണ്, പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന്. ഈ 4 സുവിശേഷങ്ങളും പരിശോധിക്കുമ്പോൾ ഇപ്രകാരം വിശ്വാസം കുറവുള്ള ഒരു സമൂഹമായിട്ട് സ്വന്തം നാട് ചിത്രീകരിക്കപ്പെടുന്നു. അതിന് കാരണം ഇവിടെ തന്നെ പറയുന്നു, അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. അവന്റെ ബാഹ്യമായ അവന്റെ പശ്ചാത്തലം അവര് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. അവൻ ആരുടെ മകനാണ്, അവന്റെ തൊഴിലെന്താണ്, അവന്റെ സഹോദരങ്ങൾ നമുക്ക് സുപരിചിതരാണ്, അവന്റെ സഹോദരിമാര് നമ്മുടെ കൂടെയുണ്ട് എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ആ യേശുവിൻ്റെ, ദൈവപുത്രനായ യേശുവിൻ്റെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും വില കുറച്ചു കാണുവാനായിട്ട് കാരണം. സ്നേഹമുള്ളവരെ, ഇതാണ് ഇന്നത്തെ ഈ വേദഭാഗത്തിൻ്റെ വലിയ ചിന്തകൾ. ഈ ഒരു ഭാഗത്ത് യേശുവിൻ്റെ ജ്ഞാനം, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവനെ പുകഴ്ത്തുന്ന ഒരു സമൂഹം, അവനനുകൂലമായ പ്രതികരണങ്ങൾ നൽകുന്ന ഒരു സമൂഹം. അതേസമയം അവൻ്റെ കുറവുകളെ, അവൻ്റെ പരിമിതികളെ പരാമർശിച്ചുകൊണ്ട് അവന്റെ വാക്കുകളിൽ ഇടറുന്നവരായ ഒരു സമൂഹം. അവിടെ യേശുവിന് തന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നൊരു സംഭവം. ഇതാണ് സുവിശേഷത്തിന്റെ ഉള്ളടക്കം. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ പ്രായോഗികമായി നമ്മുടെ ചിന്തയിൽ കടന്നു വരേണ്ട ഒരു കാര്യം, വിശ്വാസം എന്നുള്ളത് ദൈവത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ദാനമാണ്. വിശ്വാസമുള്ള ഒരു സമൂഹത്തിലാണ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിലയുള്ളൂ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ വിളിയാണ്. നമുക്ക് യേശുവിന് അനുകൂലമായോ പ്രതികൂലമായോ നമുക്ക് പ്രതികരിക്കാം. ഓരോ സുവിശേഷകന്മാരും ഈ ഒരു വലിയ ചലഞ്ച് അല്ലെങ്കിൽ ഈ ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ഇടുകയാണ്. നാം യേശുവിന് വേണ്ടി ചൂസ് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു, അത് യേശുവിനെതിരായിട്ട് തിരഞ്ഞെടുക്കുന്നു. അത് ഓരോ വ്യക്തിയും കൊടുക്കുന്ന പ്രത്യുത്തരമാണ്. നമ്മുടെ ചിന്തയും നമ്മുടെ വിശ്വാസവുമാണ് യേശുവിന് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മെ നയിക്കുന്നത്.
അനുകൂലമായ പ്രതികരണമാണ്, വിശ്വാസത്തിൻ്റെതായ പ്രത്യുത്തരമാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തെ നിഷേധാത്മകമായി നാം സമീപിച്ചാൽ, വിശ്വാസരാഹിത്യമുള്ളവരായി നാം ജീവിച്ചാൽ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുകൂടി ഈ സുവിശേഷ ഭാഗം നമ്മെ മനസ്സിലാക്കി തരുന്നു. ഈ സമാന്തര സുവിശേഷകന്മാരും പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ടോൺ അത് തന്നെയാണ്. അതുകൊണ്ട് യേശുവിന് അനുകൂല പ്രതികൂലമായ പ്രതികരണങ്ങൾ അത് യേശുവിൻ്റെ സുവിശേഷത്തോടുള്ള മനോഭാവമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, വിശ്വാസ കൂട്ടായ്മയുടെ ഭാഗമായി നമുക്ക് മാറാം. യേശുവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് വില കൽപ്പിക്കുവാനും ദൈവത്തിനായി മനസ്സിലാക്കുവാനും, കേവലം അവൻ്റെ മാനുഷികമായ വശം മാത്രം ഉയർത്തി കാണിക്കാതെ ദൈവികമായ യേശുവിൻ്റെ ജനനവും ദൈവികമായ പ്രവർത്തനങ്ങളും അരൂപിയുടെ പ്രവർത്തനങ്ങളും അംഗീകരിച്ചുകൊണ്ട് യേശുവിനെ അനുധാവനം ചെയ്യുന്ന അവൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ചേർന്ന് നിൽക്കുവാനായിട്ട് ഇന്നത്തെ വേദഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് അങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി മാറാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ.